ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലണ്ടൻ വ്ലോഗിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ നിർത്തിയത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ചാണ്. പിന്നെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഇത് ഹാരി പോട്ടർ സ്റ്റുഡിയോ, വാർണർ ബോസിൻ്റെ ഹാരി പോട്ടറിൻ്റെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരു പിക്കപ്പ് ഉണ്ട്, ബസ്. അത് ആക്ച്വലി ലണ്ടന് പുറത്താണ്. അപ്പോൾ അതിനൊരു ബസ് പിക്കപ്പ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറിയിട്ട് വേണം വാർണർ ബോസ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ. അപ്പോൾ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ് കയറിയാണ് വന്നത്. അതുപോലെ തന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു. അതായത് ഓട്സാണ് കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഏകദേശം ഇവിടെ 9 മണിയായി. 8:30 9 മണിക്കാണ് നമ്മുടെ വണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ലണ്ടനിലെല്ലാവരും ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കാണ്. രാവിലെ തന്നെ നല്ല ട്രാഫിക് ഉണ്ട്. എനിക്കൊന്ന് എല്ലാവരും തിരക്കിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ജോലിക്ക് പോകുന്നവർ മാത്രമല്ല, ഇതുപോലെ ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ വന്നവരും ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റും. രാവിലെ തന്നെ കഫേസൊക്കെ ഓപ്പണാണ്. അതുപോലെ സൈറ്റ് സീയിങ് ബസ്സുകളുണ്ട്. നമുക്കിതിലൊരു 25 പൗണ്ട് കൊടുത്താൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണത്. ടോട്ടൽ ചിലവ് നോക്കിയപ്പോൾ ഏകദേശം 70-75 പൗണ്ട്സ് വന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കുറച്ചുകൂടി മുകളിലാണ്. അപ്പോൾ ഇന്ന് അതെങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ നോക്കാം. കാരണം നമ്മുടെ ഡെയിലി ബഡ്ജറ്റ് 60 പൗണ്ട്സ് ആയിരുന്നു. അതിനേക്കാളും കൂടുതലാണിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് എന്തായാലും ഒരു രീതിയിൽ മേക്കപ്പ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങളുടെ ഡ്രൈവറാണ് വെള്ളക്കോട്ട് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ബസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഹാരി പോട്ടർ ടൂറിന് വേണ്ടിയിട്ട് നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ലണ്ടനിൽ വരണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇവൾ പറഞ്ഞ ഒരു കാര്യമാണ് ഹാരി പോട്ടർ ഗൈഡ് ടൂറ് അല്ലെങ്കിൽ ഹാരി പോട്ടർ സ്റ്റുഡിയോ ടൂറ് പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഞങ്ങളത് ബുക്ക് ചെയ്തു ടിക്കറ്റ്. അപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു, കാരണം എപ്പോഴാണ് റിപ്പോർട്ടിംഗ് ടൈം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഓൾമോസ്റ്റ് കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അപ്പോൾ ബസ്സിൽ കയറി. ഇവിടെ നിന്ന് ഒരു 1 hour അത് ആക്ച്വലി ഔട്ട്സ്കട്ട്സ് ഓഫ് ലണ്ടനിലാണ് ഈ സ്റ്റുഡിയോ. അപ്പോൾ അവിടെ വരെ നമ്മൾ ബസ്സിൽ പോകും. പിന്നെ അവിടെ നിന്ന് തിരിച്ചും ഇങ്ങോട്ടൊരു ബസ്സുണ്ട്. 4 hours നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം. നമ്മൾ ലണ്ടൻ്റെ ഔട്ട്സ്കേർട്സിലേക്ക് കടന്നു. ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. ഏകദേശം ഹൈവേ കുറച്ചും കൂടി ക്ലീനാണ്. പീപ്പിൾ അല്ലെങ്കിൽ ആൾക്കാർ കുറച്ച് സിവിലൈസ്ഡാണ്. റോഡൊക്കെ നല്ല കണ്ടീഷനാണ്. അതൊക്കെയാണ് ഒരു വ്യത്യാസമുള്ളത്. പക്ഷേ നമ്മളൊരു
ഒരു ജോഗ്രഫിക്കലി അല്ലെങ്കിൽ ഒരു മരങ്ങളും മറ്റും കാണുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു നാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടും. പണ്ട് മുതലേ ഹാരി പോട്ടർ ഫാനായ ഗീതുവിന് ഇതൊരു സ്വപ്ന നിമിഷമായിരുന്നു. അത് ആ സന്തോഷം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ വാർണർ ബ്രോസ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണോ സിനിമ പിടിച്ചത്? അപ്പോൾ ഇവിടെയാണ് ഹാരി പോട്ടറിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ആക്ച്വൽ സ്ഥലമാണ്, പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു സ്ഥലമില്ല. ഇതെല്ലാം സെറ്റ് ഇട്ടിരിക്കുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ഇട്ടിട്ട് ബാക്കിയൊക്കെ വേറെ എവിടെയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഗൈഡൊന്നുമില്ല, പക്ഷെ നമ്മൾ നമ്മുടെ ഓണായിട്ട് നമ്മുടെ സ്വന്തം ഗൈഡ് ഇവിടെ ഉണ്ട്. ഹാരി പോട്ടറിൻ്റെ വിക്കിപീഡിയ. ഇങ്ങനെ ഹാരി പോട്ടറിൻ്റെ ടൈം, ഹാരി പോട്ടറിൻ്റെ സ്കാർഫും സ്വെറ്ററും എല്ലാം ഇട്ട് നിൽക്കുന്ന ഈ ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗീതുവിന് ലണ്ടൻ എന്ന പ്ലാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായുള്ളൂ, ഹാരി പോട്ടറിൻ്റെ വാർണർ ബ്രോസ് സ്റ്റുഡിയോയിൽ പോയി കാണണം എന്നുള്ളത്. കാരണം അത്രയ്ക്കും വലിയൊരു ഫാനാണ് ഹാരി പോട്ടറിൻ്റെ. ഗീതുവിൻ്റെ അത്ര വലിയ ഫാനൊന്നും അല്ലെങ്കിലും ഹാരി പോട്ടർ ചെറുപ്പത്തിൽ മുതലേ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഹാരി പോട്ടറിൻ്റെ എല്ലാ സീരീസും 2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് ഇതായിട്ടുണ്ട്. മാത്രമല്ല അതൊരു ഫാൻറ്റസി വേൾഡാണ്. അത് എഴുതിയ JK റൗളിങ്ങിനെ സമ്മതിക്കണം. കാരണം ഒരു ഇമാജിനറി മാജിക്കൽ വേൾഡ് തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ആ ബുക്കിലൂടെ. അത് സിനിമയിൽ അവർക്ക് പറ്റാവുന്നതിൻ്റെ അത്രയും നന്നായിട്ട് തന്നെ അവർ സിനിമയിലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലോകത്തെമ്പാട് ഒരുപാട് ഫാൻസാണ് ഹാരി പോട്ടറിനുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവസാനത്തെ ബുക്ക് ഇറങ്ങാൻ സമയത്ത്, എനിക്ക് തോന്നുന്നു 2008 ആ ബുക്ക് കിട്ടാൻ വേണ്ടി പല ബുക്ക് സ്റ്റോറിലും കുട്ടികളുടെ തിരക്കായിരുന്നു. അത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ മൂവിയുടെ സെറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സ്റ്റുഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പല തീമുകളും അവർ ആ സ്റ്റുഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നിലവിലുള്ളത് ഗോബ്ലെറ്റ് ഓഫ് ഫയറിലുള്ള ട്രൈവിസാ ടൂർണമെൻറ്റിലെ ആ തീമാണ് ഈ തവണ നമുക്ക് കാണാൻ സാധിക്കും. ഹാരി പോട്ടറിൻ്റെ കണ്ണട അവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യത്തെ ഹാരി പോട്ടർ ഫസ്റ്റ് മൂവിയിലെ പുള്ളി ഉപയോഗിച്ച ഷൂസും ഷർട്ടും എല്ലാമാണ് ആ കാണുന്നത്. അങ്ങനെ ഞങ്ങളും ഹാരി പോട്ടറിൻ്റെ ഹോഗ്വാർട്സ് സ്കൂളിലെ ആദ്യത്തെ ഇയർ സ്റ്റുഡൻസ് ആയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ആ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. We believe to be Mad Eye Moody. In 3, 2, 1, action. Yes, indeed, and of course he does know how to make an entrance. So here we have Alistair Moody, of course, the 4th Defence Against Dark Arts teacher, and makes his entrance here late at night in the Great Hall, of course, in the start of the assembly in Harry Potter and the Goblet of Fire. Played by the incredible Irish actress Brendan Gleeson. You can see that we have the prosthetic eye here on display. Now initially they wanted this to be a visual effect. However, it was Nick Duncan who said no, they wanted to make this practically instead, and how they did so by hiring animatronic designer Chris Barton to design a protective shell to be placed over the eye of Brendan Gleeson and would then be controlled today at 15 golden stations. That's 1 5. The first one is handed from the doorway on the left hand side. If you have a digital guide with the blue light arms around your neck and the headphones, you move against just through those archways over at the director's boards.
ഇത് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കിൻ്റെ എക്സാമ്പിളാണ് ഫോൾസ് പെർസ്പെക്റ്റീവ്. ഇത് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് സിനിമയിൽ കാണുമ്പോൾ ഇത് ദൂരെയുള്ള വലിയ ഇടനാഴിയാണെന്ന് തോന്നും. ഹാരി പോട്ടർ സിനിമയിൽ ഹാരി പോട്ടർ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്, ആക്സസറീസ്. അതുപോലെ തന്നെ ഡോർമെറ്ററിയിലേക്കുള്ള സ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഹാരിയുടെ ഹോഗ്വാർട്സിലെ റൂം, ഹാരിയും റോണും ഷെയർ ചെയ്യുന്ന, ഇതാണ് ഗ്രിഫിൻഡോറിൻ്റെ കോമൺ റൂം. നമുക്ക് പല സിനിമയിലും ഇതേ സെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കൗതുകം ഉള്ള കാര്യമാണ് ഈ കാണുന്നത്. അതായത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു പാസ്പോർട്ട് പോലത്തെ ചെറിയൊരു ബുക്ക്ലെറ്റ് കിട്ടും. അതിൽ നമുക്ക് പല സ്ഥലത്ത് പല സ്റ്റാമ്പുകൾ വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇംപ്രഷൻ എടുക്കാൻ പറ്റും നമ്മുടെ ബുക്കിൽ. ഹാരി പോട്ടർ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഡംബിൾഡോറിൻ്റെ എൻട്രൻസും ഡംബിൾഡോറിൻ്റെ ഓഫീസുമാണ് നമ്മളീ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ഈ സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെറ്റായ പോർഷൻസ് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമാണ്. ഹാരി പോട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാഹനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ ഒരെണ്ണം ഹാഗ്രിഡിൻ്റെ ബുള്ളറ്റാണ്, ക്ലാസിക് 350. മാത്രമല്ല ഇതാണ് ബ്രൂം സ്റ്റിക്ക് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. അതിൻ്റെ ഒരു എൻജിനീയറിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ എത്രത്തോളം പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഓരോ ഷോട്ടിലും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ തവണത്തെ തീം ഗോബ്ലെറ്റ് ഓഫ് ഫയറിലെ ട്രയൽസ് ടൂർണമെൻ്റ് ആണ്. അപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, രണ്ട് സ്കൂളിൽ നിന്നുള്ള കണ്ടസ്റ്റൻസ് വരുമ്പോൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട്, ഡാൻസ് ഉണ്ട്. അതേ സെയിം ഡാൻസ് ഇവരിവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടിയിട്ട്. Let me be clear. The chosen, you stand alone.
wishing to submit themselves to the torment, merely write their name upon a piece of parchment and throw it in the flame before this hour on Thursday night. Do not do so lightly. If chosen, there's no turning back. As of this moment, the Triwizard Tournament has begun. The Forbidden Forest. Unveiling the first task. അതുപോലെ തന്നെ മിക്ക ഹാരി പോട്ടർ സിനിമകളും എൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗത്തുള്ള ഹോഗ്വാർട്സ് എക്സ്പ്രസ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം 9 3/4. ഹാരി പോട്ടറിൻ്റെ വീടായിട്ട് സിനിമ കാണിക്കുന്ന സെറ്റ്. I want to take the picture. I already did. But this isn't a great time. ഒരു സിനിമയ്ക്ക് എന്തോരം ഇലക്ട്രോണിക് സാധനങ്ങൾ വേണം നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത് ആക്ച്വലി മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇതെല്ലാം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആയിരുന്നു എന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം അവർ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. I've been in pains to make everything.
ഇതാണ് ഹാരി പോട്ടറിൽ കാണിക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഡയഗൺ ആലി. എല്ലാ സിനിമയുടെ തുടക്കത്തിലും ഹാരി പോട്ടർ ഇവിടെ വന്നിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു പ്ലേസാണിത്. കണ്ടാൽ റിയലായിട്ട് നമ്മളൊരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നു തോന്നും. ഇതാണ് ഹോഗ്വാർട്സ് കാസിൽ. അപ്പോൾ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഇത് വലിയതായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി വലിയ ഷോട്ടൊക്കെ, അതായത് ഏരിയൽ വ്യൂ ഷോട്ടൊക്കെ ഈ സ്റ്റുഡിയോയിൽ എടുത്തിട്ടുള്ളതാണ്. പിന്നെ അത് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് റിയലായിട്ട് തോന്നിക്കുകയാണ് ചെയ്യുക. ഇപ്പം നമ്മൾ ഹാരി പോട്ടർ ടൂർ കഴിഞ്ഞു. ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ കൂടുതൽ എടുക്കും അത് മൊത്തം കവർ ചെയ്യാൻ. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ ബസ്സുണ്ട് സിറ്റിയിലേക്ക്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹാരി പോട്ടർ ഫാൻസ് അല്ലെങ്കിൽ ഹാരി പോട്ടർ കണ്ട് വളർന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കാരണം ഒരുപാട് അവരുടെ സെറ്റുകളും എവിടെയാണ് ഷൂട്ട് ചെയ്തത് അതിൻ്റെയൊക്കെ ഒരുപാട് ആക്ച്വൽ ഇത് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഹാരി പോട്ടർ ഫാൻസിനെ സംബന്ധിച്ചത് ഒഴിവാക്കാൻ പറ്റില്ലാത്തത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. നല്ലൊരു ഹാഫ് ഡേ മൊത്തം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ബസ് കയറാൻ വേണ്ടി നോക്കിയിട്ടാണ്. ഇപ്പോൾ ലണ്ടനിൽ എങ്ങനെയാണ് ബസ് കയറണേ നമുക്ക് നോക്കാം. അതായത് ഇവിടെ ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടറൊന്നുമില്ല, നമ്മൾ കാർഡ് ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഫ്ലാറ്റ് റേറ്റാണ്, അതായത് എവിടെ നിന്ന് എവിടെ കയറിയാലും ഒരേ റേറ്റാണ്. നമ്മൾ ടാപ്പ് ചെയ്യുക, കയറുക, പിന്നെ ഇറങ്ങാൻ നേരത്തെ ടാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ഹാരി പോട്ടറിൻ്റെ മായാ ലോകത്ത് നിന്ന് തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉള്ളൊരു മാർക്ക് ആൻഡ് സ്പെൻസറിൽ നിന്ന് എന്തെങ്കിലും റെഡി ടു ഗോ ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം അടുത്ത കാഴ്ചകളായ ബിഗ് ബെൻ, ലണ്ടൻ ഐ, അതുപോലെ തന്നെ വെസ്റ്റ്മിൻസ്റ്റർ ആബി ഇതെല്ലാം കാണാൻ പോകാൻ. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. And stay tuned for the next episode. Thank you.